ആയിട്ടാണ് ഹായ് അൽഫോൺസേ, കഴിഞ്ഞ ഞായറാഴ്ച കണ്ടില്ലല്ലോ പള്ളിയിൽ. എന്റെ ചേച്ചിയുടെ മോന്റെ മാമോദിസായിരുന്നു, അത് കാരണം വരാഞ്ഞ. കൊച്ചിന്റെ പേരെന്തായിട്ട്? ജസ്റ്റിൻ എന്നാ പേരിട്ടേക്കണത്. ഈ പേര് ഗ്രാൻഡ് പാരന്റ്സിന്റെ വല്ലതാണോ? ഗ്രാൻഡ് പാരന്റ്സ് അല്ല, പാരന്റ്സ് അവൻ ജനിച്ച ദിവസത്തെ വിശുദ്ധന്റെ പേരിടാനാ തീരുമാനിച്ചത്. ജസ്റ്റിൻ കേട്ടിട്ടുണ്ട്, പക്ഷെ വിശുദ്ധനെ പറ്റി പ്രത്യേകിച്ച് എനിക്കറിയില്ല. സിക്കിം എന്ന് പറഞ്ഞ ഗ്രാമത്തില് 2-ാം നൂറ്റാണ്ടിൽ ജനിച്ച വ്യക്തിയാണ് ജസ്റ്റിൻ. അദ്ദേഹം ഒരു വിജാതിയനായിരുന്നു. അദ്ദേഹം തത്വജ്ഞാനത്തിനൊക്കെ ഭയങ്കര പ്രാധാന്യം നൽകിയിരുന്നു. അദ്ദേഹം പ്ലാറ്റോ എന്ന് പറഞ്ഞ ഒരു തത്വചിന്തകന്റെ പുസ്തകം കുറെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം വിശ്വാസത്തിലോട്ട് വന്നത് വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ ലഭിച്ചിട്ടാണ്. അദ്ദേഹം 133 AD 133 30-ാം വയസ്സിലാണ് വിശ്വാസം സ്വീകരിച്ചത്. അദ്ദേഹം കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതില് എടുത്തു പറയുന്നത് വിശുദ്ധ കുർബാനെ കുറിച്ച് എഴുതിയ അപ്പോളോജിയ എന്ന് പറഞ്ഞ പുസ്തകമാണ്. വിജാതർക്കിടയിൽ ഒരു വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടിയാണ് അദ്ദേഹം അത് എഴുതിയത്. പിന്നെ എഴുതിയത് പാഷണ്ഡകൾക്കെതിരെ ട്രിഫോയോടുള്ള സംഭാഷണം, അങ്ങനത്തെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. തിരുസഭയുടെ വിശ്വാസ സത്യങ്ങൾക്കെതിരെയുള്ള പഠനങ്ങളാണ് ഈ പാഷണ്ഡത. എവിടെയാണ് ഈ വിശുദ്ധൻ പ്രവർത്തിച്ചത്? തനിക്ക് കിട്ടിയ ദൈവാനുഭവം മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ വേണ്ടി അദ്ദേഹം റോമിൽ ചെന്നാണ് പ്രവർത്തിച്ചത്. അദ്ദേഹം ആ സമയത്ത് പ്രവർത്തിക്കുമ്പോൾ അവിടെ വളരെ മതപീഡനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അതിനെതിരെ കുറെ പുസ്തകങ്ങൾ എഴുതി. പക്ഷേ ചക്രവർത്തിനെ അതിൽ നിന്ന് പിന്തിരിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. രക്തസാക്ഷിയാണെന്നല്ലേ പറഞ്ഞു, എങ്ങനെയാ മരിച്ചത്? ഒമാനിലുള്ള തന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ മതപീഡനം വളരെ രൂക്ഷമായി. അപ്പോ ചക്രവർത്തിയുടെ ഉത്തരവില് ക്രിസ്ത്യാനികളെ തടവിലാക്കാൻ ഭടന്മാർ പുറപ്പെട്ടു. അവരിൽ ജസ്റ്റിനും കൂട്ടരുണ്ടായി. വിഗ്രഹങ്ങളെ ആരാധിക്കാൻ സമ്മതിച്ച ജസ്റ്റിനോട് ചക്രവർത്തി ചോദിച്ചു, നിന്നെ ഇപ്പോൾ ഇവിടെ അടിച്ചു വന്നാൽ ഇനി സ്വർഗത്തിൽ പോകുമെന്ന് എന്തെങ്കിലും സങ്കല്പമുണ്ടോ? അപ്പൊ ജസ്റ്റിൻ പറഞ്ഞു, സങ്കല്പമല്ല, അത് പോകുന്ന ഉറപ്പാണ്. ഞാനിവിടെ മരിച്ചാൽ ഞാൻ എന്തായാലും സ്വർഗത്തിൽ പോകും. അങ്ങനെ വിഗ്രഹങ്ങളെ ആരാധിക്കാത്തതിന്റെ പേരിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടരും വീര രക്തസാക്ഷികളായി. ഇത്രയും അറിയാൻ പറ്റിയത് സന്തോഷമായി. അടുത്ത ആഴ്ച കാണാം.